മക്കളെ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിനക്കോൾ റീഅറേഞ്ച്മെൻ്റ് ആണ്. പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും താല്പര്യത്തോടെ ഈ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒറ്റ ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്കത് ഈസിയാണ്. ഇത് പിന്നെ നമ്മൾ മറന്നുപോകില്ല, അത്ര എളുപ്പമാണ്. ഓക്കെ, രാവിലെ നീ ശ്രദ്ധിക്കണം. നീ ക്ലാസ് മിക്കവാറും നീ ശ്രദ്ധിക്കാറില്ല, ഈ പ്രിയങ്കയെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ, നീ ഈ ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി, പിന്നെ നിനക്ക് ഇനി ഇത് പഠിക്കേണ്ടി വരില്ല. ഓക്കെ, അത് അത്ര ഈസിയാണ്. അപ്പം ഈ ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, നീ ചിരിക്കണ്ട, നീ കാര്യം കേട്ട് മനസ്സിലാക്കിയെടുക്കുക. പിന്നീട് നീ ഇത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിക്കോളും. ഓക്കെ, എനിവേ നമ്മൾ ക്ലാസ്സിലേക്ക് വരുവാണ്. ഈ പിനക്കോൾ റീഅറേഞ്ച്മെൻ്റ് എന്ന് വെച്ചാൽ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് വിസിനൽ ഡയോൾസ് ഉണ്ട്. വിസിനൽ ഡയോൾസിനെ നമ്മൾ കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റീഅറേഞ്ച്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം എയിലിരുന്ന സാധനം ബിയിലേക്ക് കൊണ്ട്, അല്ലെങ്കിൽ രണ്ട് കൊട്ടയിൽ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ബോൾസ് ഉണ്ട്. നമ്മൾ ഈ ബോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടത്തുന്ന ആണ് റീഅറേഞ്ച്മെൻറ്റ്. നമുക്കറിയാം. ഓക്കെ, ഇവിടെ നിന്ന് എടുത്ത സാധനം അങ്ങോട്ട് വെക്കുന്നു, അവിടെ നിന്ന് എടുത്ത സാധനം വേറെ സ്ഥലത്തേക്ക് വെക്കുന്നു, അങ്ങനെ. അപ്പോൾ ഇവിടെ പിനക്കോളിൽ ചെയ്യുന്നത് വെച്ചാൽ ഡയോൾസ്, രണ്ട് OH ഗ്രൂപ്പ്സ് ഉള്ളത്, വിസിനൽ നിയർ ബൈ കാർബൺസ് ഉള്ള ഡയോൾസ്, രണ്ട് OH ഗ്രൂപ്പ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനെ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ റീഅറേഞ്ച് ചെയ്യാണ്. അതിൻ്റെ സ്ട്രക്ചർ എന്താക്കി മാറ്റും, നമ്മൾ കാർബൺ കോമ്പൗണ്ടായിട്ട് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്മൾ വിസിനൽ, സോ ഡയോൾ ടു കാർബണിൽ, ഓക്കെ, ഡയോളിനെ നമ്മൾ എന്താക്കുന്നു, കാർബൺ കോമ്പൗണ്ടായിട്ട് ചേഞ്ച് ചെയ്യുന്നു. സോ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് ആസിഡ് വേണം. നമ്മുടെ ആസിഡാണ് ഇവിടെ കാറ്റലിസ്റ്റ്. ഓക്കെ, ആസിഡാണ് ഇവിടെ കാറ്റലിസ്റ്റ്. ആസിഡ് ആണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ്. അപ്പോൾ ആസിഡ് ഉണ്ടെങ്കിൽ ഈ റിയാക്ഷൻ പോസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് വിസിനൽ ഡയോൾസ് ആണ്. ഓക്കെ, അരുണേ നീ ശ്രദ്ധിക്കേ കേട്ടോ. ഓക്കെ, നമുക്കിതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം. നമുക്ക് വിസിനൽ ഡയോൾസ് എന്ന് പറയുമ്പം ഇവിടെ OH ഉണ്ടാവും, ഇവിടെ OH ഉണ്ടാവും. ബാക്കിയുള്ള ഗ്രൂപ്പ്സ് 1, 2 ഉണ്ടാവും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, H+ ആഡ് ചെയ്ത് നമ്മൾ എന്താക്കി മാറ്റുന്നു, ഒരു കാർബൺ കോമ്പൗണ്ട് ആക്കി മാറ്റുന്നു. അപ്പോൾ ഇവിടെ സപ്പോസ് വി ഹാവ് നമ്മൾ 1 എടുക്കുകയാണ്, നമ്മൾ R1 എന്ന് എടുക്കാം, R2 എന്ന് എടുക്കാം. നമ്മൾ സിമ്പിളായിട്ട് എടുക്കാനായിട്ട് 1, 2 എന്ന് എടുക്കുന്നു, 3, 4. അപ്പോൾ ഇങ്ങനെ 4 ഗ്രൂപ്പുകൾ ഈ വിസിനൽ ഡയോൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, നമ്മുടെ ഇവിടെ നിന്ന് ഒരെണ്ണത്തെ എന്താക്കും, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഇവിടുത്തെ നമ്മൾ OHനെ നമ്മുടെ H- കളയുന്നു, Hനെ കളയുന്നു, OHനെ കളയുന്നു. ഇവിടെ H+ ഉണ്ടല്ലോ, OHനെ കളഞ്ഞ് നമ്മൾ എന്താക്കി മാറ്റുന്നു, ഇവിടെ H2നെ റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ റെഡ്യൂസ് ചെയ്ത ശേഷം നമ്മൾ ഈ H- കൂടെ കളഞ്ഞ ശേഷം നമ്മൾ എന്താക്കി മാറ്റുന്നു, H+ കൂടെ കളഞ്ഞ ശേഷം എന്താക്കി മാറ്റുന്നു, ഈ Oയ്ക്ക് ഒരു മൈനസ് ചാർജ് ഉണ്ട്. ആ മൈനസ് ചാർജ് എന്തായിട്ട് മാറുന്നു, ഈ ഇലക്ട്രോൺസ് ഇവിടെ വന്ന് കയറുന്നു. അപ്പോൾ ഇവിടെ എന്താ, ഡബിൾ ബോണ്ടായിട്ട് മാറുന്നു. അപ്പോൾ ഇത് കാർബൺ കോമ്പൗണ്ടായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാവും, 1, 2, 3, 4. ഓക്കെ, 2, 3, 4. ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെ മൈഗ്രേഷനാണ്. ഇപ്പം മൈഗ്രേഷൻ ഓഫ് R ഗ്രൂപ്പ്സ്. ഓക്കെ, R ഗ്രൂപ്പ്സിൻ്റെ മൈഗ്രേഷനാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മൈഗ്രേഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് R ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ. ഈ മൈഗ്രേഷൻ ഒരു ഓർഡർ ഉണ്ട്, അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവിടെ ഈ പിനക്കോൾ റീഅറേഞ്ച് നടക്കണമെങ്കിൽ
രണ്ട് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇങ്ങനൊരു ഇവിടെ ഒരു OH മൈനസ് നമ്മൾ OHനെ നമ്മളിവിടുന്ന് ലിബറേറ്റ് ചെയ്യുന്നു. OH മൈനസ് നമ്മൾ ലിബറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്ലസ് ചാർജ് ഫോം ചെയ്യുന്നു. അതായത് ഇവിടെ എന്തായിട്ട് വരുന്നു, ഇവിടെ ഒരു പ്ലസ് ചാർജ് വരുന്നു. സപ്പോസ് ഈ ഗ്രൂപ്പ് എന്നിരിക്കും. അപ്പോൾ ഇവിടെ പ്ലസ് ചാർജ് വന്നാൽ ഇതിനെ പറയുന്നതാണ് കാർബോ കാറ്റോൺ എന്ന് പറയുന്നത്. ഇതിനാണ് കാർബോ കാറ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ആവശ്യമുണ്ട്. ഇവിടെ ആവശ്യമുള്ളത് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ക്രൈറ്റീരിയ ആണ് മൈഗ്രേഷൻ. രണ്ടാമത്തെ ക്രൈറ്റീരിയ ആണ് എന്ത്? കാർബോ കാറ്റോൺ ഫോർമേഷൻ. ഓക്കെ, ഈ രണ്ട് ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ ഈ പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റ് സാധ്യമാകും. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി. ഓക്കെ, കൂടുതൽ സ്റ്റേബിൾ ഏതാണ് അങ്ങോട്ടേക്കായിരിക്കും മൈഗ്രേഷൻ നടക്കുക. ഓക്കെ, ഈ മൈഗ്രേഷൻ നടക്കണമെങ്കിൽ ഈ മൈഗ്രേഷൻ കൂടുതൽ പോസിബിൾ എവിടെയാണ്? ആർ ഗ്രൂപ്പ്സ് മൈഗ്രേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാധ്യത നമുക്ക് രണ്ട് ഡൈവേഴ്സാണുള്ളത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാർബോകാറ്റോൺസ് സ്റ്റേബിൾ ആയിട്ടുള്ളതിലേക്കായിരിക്കും ആർ ഗ്രൂപ്പ്സ് നമുക്ക് ചാടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റെബിലിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ മൈഗ്രേഷൻ നടക്കുന്നത്, ആർ ഗ്രൂപ്പിൻ്റെ. അത് വൃത്തിയായിട്ട് പറഞ്ഞുതരാം. അപ്പം ടെർഷ്യറി കാർബോകാറ്റോൺ will be more stable than secondary carbocation is more stable than primary carbocation. നമുക്ക് കാർബോകാറ്റോണിന് C+ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? കിട്ടിയോ? കിട്ടിയോ? ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ. ഓക്കെ, കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ നമ്മൾ പഠിച്ചിരിക്കണം. അത് മറന്നു പോകരുത്. കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ ഇങ്ങനെയാണ്. ടെർഷ്യറി ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി. ടെർഷ്യറി ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഓക്കെ, മനസ്സിലായോ? ഓർത്തിരിക്കുക, അത് ബൈ ഹാർട്ട് ചെയ്യുക. അപ്പം പിനക്കോളിൽ റീഅറേഞ്ച് നടക്കണമെങ്കിൽ വി നീഡ് ടു റിക്വയർമെൻറ്റ്സ്. വൺ ഈസ് കാർബോകാറ്റോൺ ഫോർമേഷൻ. സോ സ്റ്റേബിൾ കാർബോകാറ്റോൺ ഷുഡ് ബി ഫോം. സോ ദിസ് ഷുഡ് ബി സ്റ്റേബിൾ കാർബോകാറ്റോൺ ഷുഡ് ബി ഫോംഡ്. സെക്കൻഡ് വൺ എന്താ? മൈഗ്രേഷൻ ഓഫ് ആർ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഫൈനലായിട്ട് നമുക്കിവിടെ എന്ത് കിട്ടുള്ളൂ? നമുക്കിവിടെ കാർബണിക് കോമ്പൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെ എന്താണ്? ഇവിടെ ആസിഡ് ആയിരിക്കണം. ഇത് ഇവിടുത്തെ കാറ്റലിസ്റ്റ്. ദിസ് ഈസ് കാറ്റലിസ്റ്റ്. ഓക്കെ, പിന്നെ വേറെ ക്രൈറ്റീരിയ എന്താ? ഡൈവേഴ്സ് എവിടെയെങ്കിലും ആയിക്കൂടാ, അത് അടുത്തടുത്ത കാർബണിലായിരിക്കണം ഈ OH ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കേണ്ടത്. രണ്ട് OH ഗ്രൂപ്പ്സ് അടുത്തടുത്തുണ്ടായിരിക്കണം. ഓക്കെ, ഈ റിയാക്റ്റൻസിൽ OH ഗ്രൂപ്പ്സ് അടുത്തടുത്ത കാർബണിൽ പ്രസൻ്റ് ആയിരിക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. അപ്പോൾ കാർബോകാറ്റോണിൻ്റെ ഫോർമേഷൻ സ്റ്റേബിൾ അനുസരിച്ചായിരിക്കും ആർ ഗ്രൂപ്പ് മൈഗ്രേറ്റ് ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു OH ഉണ്ടല്ലോ. ആദ്യത്തെ OH ഇവിടെയും രണ്ടാമത്തെ OH ഇവിടെയുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് കാർബൺ ഉണ്ട്. C1 ഉണ്ട്, C2 ഉണ്ട്. അപ്പം C2 ആണ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ C1 ദാൻ C2. അപ്പോൾ C1നെക്കാട്ടും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റോൺ ഫോം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് OH ആയിരിക്കും ഇവിടുന്ന് ലിബറേറ്റ് ചെയ്യുന്നത്? H+ ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്? പറഞ്ഞേ ഇതിലെ അപ്പോൾ OH എന്ന് പറയുന്നത് C2യിലുള്ള OH ആയിരിക്കും എലിമിനേറ്റ് ചെയ്യുന്നത്, ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, കിട്ടിയില്ല? അതായത് നമുക്ക് C1ലുണ്ട് C2യിലുണ്ട് OH, രണ്ടിലും OH ഉണ്ട്. നമുക്ക് ഏത് OH വേണമെങ്കിലും നമുക്ക് കളയാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, ഉണ്ട്. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം സപ്പോസ് C1ൽ OH കളയുന്നു, അപ്പോൾ അതൊരു കാർബോകാറ്റോൺ ഫോം ചെയ്യുന്നു. ഓക്കെ,
നമുക്ക് കാർബോക്കേറ്റൺ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, C2-ലാണെങ്കിൽ അവിടുത്തെ വെച്ച് സപ്പോസ് C2-ലെ കളയുന്നെങ്കിലും അവിടെയും ഒരു കാർബോക്കേറ്റൺ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടിടത്തും ഫോം ചെയ്യാനുള്ള കാർബോക്കേറ്റൺ ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ റാൻഡമായിട്ട് നമുക്ക് ഇത് ചൂസ് ചെയ്യാൻ പാടില്ല, ഒരു റൂളുണ്ട്. ആ റൂളാണ് അതാണ് ഇതിൻ്റെ കാർബോക്കേറ്റൻ്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളതായിരിക്കും OH- പോകുന്നത്. ഓക്കെ, ഏറ്റവും സ്റ്റേബിൾ കാർബോക്കേറ്റൺ ഫോം ചെയ്യുന്ന അതിൽ നിന്നായിരിക്കും OH- പോകുന്നത്. ഇപ്പോൾ നമ്മൾ സപ്പോസ് എടുക്കുന്നത് C2 ആണ് കൂടുതൽ സ്റ്റേബിൾ. സപ്പോസ് C2-ൽ ടെർഷറി കാർബോക്കേറ്റൺ ഉണ്ട്, C1-ൽ പ്രൈമറി കാർബോക്കേറ്റൺ ആണ് ഫോം ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതല്ലേ മോർ സ്റ്റേബിൾ, ടെർഷറി ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി ആയിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ OH- കളയുന്നത് ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ OH- പോയി. ഇങ്ങനെ OH- പോകുമ്പം ഇവിടെ എന്ത് പറ്റും, ഇവിടെ ഒരു പ്ലസ് ചാർജ് വരും. ഓക്കെ, പ്ലസ് ചാർജ് വരും. അങ്ങനെ പ്ലസ് ചാർജ് വന്ന സ്ഥിതിക്ക് ഇവിടെ നമുക്ക് എന്തുണ്ട്, 1 ഒരു ഗ്രൂപ്പുണ്ട്, രണ്ടാമത്തെ ഗ്രൂപ്പുണ്ട്, മൂന്നാമത്തെ ഗ്രൂപ്പുണ്ട്, നാലാമത്തെ ഗ്രൂപ്പുണ്ട്. ഓക്കെ, ഇത്രയും കിട്ടിയാൽ മതി. ഇനി അടുത്ത എന്താ, ഇവിടെ നിന്നും ഗ്രൂപ്പ് 1-ഓ അല്ലെങ്കിൽ ഗ്രൂപ്പ് 2-ഓ ഇങ്ങോട്ട് പോകണം, C2 പ്ലസിലേക്ക് പോകണം. ഓക്കെ, ഈ കാർബോക്കേറ്റനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം, സോ ഇങ്ങോട്ട് മൈഗ്രേഷൻ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ചോദ്യം ഇതാണ്, 1 2 ഫസ്റ്റ് ഗ്രൂപ്പ് ഫംഗ്ഷൻ, ഈ ഗ്രൂപ്പുകളിൽ ഏത് ഗ്രൂപ്പ് ആദ്യം പോകുന്നത്? അപ്പോൾ ഇതിനൊരു ഓർഡർ ഉണ്ട്. സോ ഫോർ ദീസ് there is an order. It's called migratory group order. അപ്പം മൈഗ്രേഷൻ ചെയ്യാനുള്ള ഒരു ഓർഡർ ഉണ്ട്. ഈ ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് അറൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. നമുക്ക് അറൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പം അറൈൽ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിലാണ്, അറൈൽ ഗ്രൂപ്പ്സ് ആയിരിക്കും ഇത് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി. ഫസ്റ്റ് പ്രിഫറൻസ് വരുന്നത് അറൈൽ ഗ്രൂപ്പ്സിനായിരിക്കും, ആൽക്കൈൽ ഗ്രൂപ്പ്സിനായിരിക്കില്ല. അപ്പോൾ അറൈൽ ഗ്രൂപ്പ്സിന് ഇത് മൈഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ളത് എന്താണ്, ഇനി ആൽക്കൈൽ ഗ്രൂപ്പ്സ് തന്നെയാണെന്ന് വിചാരിക്കുക. സപ്പോസ് വി ഹാവ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് കുറേ ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് ടെർഷറി ആൽക്കൈൽ വിൽ ഹാവ് മോർ പ്രിഫറൻസ് ദാൻ cyclohexyl alkyl will have more preference than secondary alkyl, more preferential than benzyl alkyl, more preferential than primary alkyl. Again it is more preferential than methyl group, than much greater than H. if R group H ആണെങ്കിൽ ലീസ്റ്റ് പ്രിഫറൻസ് H-നായിരിക്കും. ഓക്കെ, അപ്പം ഈ കാര്യം ഇത് വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. ദിസ് ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ നന്നായിട്ട് കാണാപ്പാഠം പഠിക്കണം, എഴുതി പഠിക്കണം. അപ്പോൾ ഈ ഓർഡർ ഞാൻ നാളെ ചോദിക്കും, നിങ്ങൾ പറയണം. ഓക്കെ, പിന്നെയുള്ളത് അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ ഇത് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ്. നമുക്കൊരു ഒരു പ്രോബ്ലം ചെയ്താലോ, പറ്റുമോ? ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്, നമ്മുടെ കയ്യിൽ 2 സൈക്ലോബ്യൂട്ടോ ഡൈനുണ്ട്, ഡയോളുണ്ട്, OH ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു OH ഉണ്ട്. അപ്പം സൈക്ലോബ്യൂട്ട ഡയോൾസ്. ഓക്കെ, 2 സൈക്ലോബ്യൂട്ടോ ഗ്രൂപ്പ്സ് ചേർന്നിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താക്കുന്നു, ആസിഡ് കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. നമുക്ക് HCl-ഓ H2SO4-ഓ NH3-ഓ HNO3-ഓ ഒക്കെ ഏത് നമുക്ക് ഉപയോഗിക്കാം, പ്രശ്നമില്ല.
അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ ഏത് C1 ഉണ്ട് C2 ഉണ്ട്, ഇതിലേതാണ് മോർ പ്രിഫറൻസ് വരുന്നത്. ഈ കാർബണിൽ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് വരുന്നത് ഏതിനായിരിക്കുന്നു? രണ്ടും ഒരേ പോലത്തെയാണ്. അപ്പോൾ ഈ സൈഡും സെയിം ആയത് കാരണം നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഏത് ഓയിസ് വേണം കളയാം. നമുക്ക് സപ്പോസ് നമ്മൾ C2 ഓയിസ് കളയാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ എന്തായി, ഇവിടെ ഒരു പ്ലസ് ചാർജ് വന്നു. ഓക്കെ, ഇവിടെ ഒരു പ്ലസ് ചാർജ് വന്നു. ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം ഈ ഗ്രൂപ്പാണോ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത്? ഓക്കെ, നമ്മളിങ്ങോട്ട് നോക്കുക. ഈ ഗ്രൂപ്പ് എന്താണ്? സെയിം അല്ലേ? ഈ ഗ്രൂപ്പ് സെയിം ആണ്. ഓക്കെ, 1ഉം 2ഉം സെയിം ആണ്. ഓക്കെ, ആ സ്ഥിതിക്ക് നമുക്ക് കുഴപ്പമില്ല. ഇത് നമുക്ക് ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാം. ഈ ബോണ്ട് ഇവിടുന്ന് ഈ ബോണ്ട് പൊട്ടിച്ച് ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഈ ബോണ്ട് എന്താക്കി, നമ്മൾ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. എന്താക്കി, ഇവിടെ ഒരു OH ഉണ്ട്, നമ്മളെന്താക്കുന്ന വെച്ചാൽ ആദ്യം ഈ ബോണ്ട് വരയ്ക്കാം. നമുക്ക് 1 2 3 4 ഉണ്ട്. പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഇതിവിടെ 1 എന്ന് എടുത്താൽ ഇത് 2 പിന്നെ ഇത് 3. ഓക്കെ, 3 4. ഓക്കെ, ഇവിടെ 1 2 3 4 1 2 3 4 5. ഓക്കെ, ഇവിടെ എന്തായിട്ട് വരുന്നത് വെച്ചാൽ ഇവിടെ 5 ബോണ്ടുണ്ട്. ഇവിടെയാണെങ്കിൽ 4 ബോണ്ട്. ഇവിടെ ഒരു OH ഉണ്ട്. ഈ OH എന്തായിരുന്നു? ഈ H മൈനസിനെ കളഞ്ഞ് H+നെ കളയുന്നു. അപ്പോൾ എന്തായി? ഇവിടെ O- ആയി. ഈ O- എന്തായി? ഇങ്ങോട്ട് കയറി വരുന്നു. അപ്പോൾ എന്തായി? ഇത് ഡബിൾ ബോണ്ടായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇത് എന്താണ്? കാർബണൽ കോമ്പൗണ്ടാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് വൃത്തിയായിട്ട് വരയ്ക്കാം. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കിട്ടില്ല, തിരിയില്ല. അപ്പോൾ ഇത് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് സോ അത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെയല്ല, സോറി, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ സ്ട്രക്ചർ. സംഭവം എളുപ്പമാണ്. നിങ്ങളത് വരച്ച് രണ്ടൊന്ന് പ്രോബ്ലം ചെയ്തെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റ്. അപ്പോൾ അത് ബേസിക്കലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പിനക്കോളിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതെന്താണെന്ന് വെച്ചാൽ ഡയോൾസിനെ കാർബൺ കോമ്പൗണ്ടായിട്ട് മാറ്റുന്നു. ഇവിടെ എന്താണ്? H+ ആവശ്യമാണ്. ലിസിനൽ ഡയോൾസാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിന് 2 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന് കാർബോക്കേറ്റോൺ ഫോർമേഷൻ, സ്റ്റേബിളായിട്ടുള്ള കാർബോക്കേറ്റോൺ ഫോം ചെയ്യണം. 2 മൈഗ്രേഷൻ ഓഫ് R ഗ്രൂപ്പ്സ്. അപ്പോൾ സ്റ്റേബിളായിട്ടുള്ള കാർബോക്കേറ്റൻ്റെ അറേഞ്ച്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞ് മൈഗ്രേഷൻ്റെ ഒരു ഓർഡറുണ്ട്. മൈഗ്രേഷൻ്റെ ഓർഡറും ഞാനിവിടെ തന്നിട്ടുണ്ട്. അതും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പം അറേൽ ഗ്രൂപ്പ്സ് ആണെങ്കിൽ ഇങ്ങനെ വരും. അറേൽ ഗ്രൂപ്പ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ സ്റ്റെബിലിറ്റി ഒന്നുകൂടെ തരാം, കുറച്ചുകൂടെ ഓർഡർ. ഇപ്പം ജസ്റ്റ് കാർബോക്കേറ്റോൺ ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ജനറലൈസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ടെർഷറി കാർബോക്കേറ്റോൺ ഈസ് ഗ്രേറ്റർ ദാൻ ബെൻസൈൽ കാർബോക്കേറ്റോൺ ഈസ് ഗ്രേറ്റർ ദാൻ
allyl carbocatone is greater than secondary carbocatone is greater than primary carbocatone is greater than phenyl carbocatone is greater than vinyl carbocatone carbocatone is greater than മെത്തിൽ കാർബോക്കേറ്റോൺ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കാർബോക്കേറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ കുറച്ചുകൂടി ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ. സോ ഇൻ ജനറൽ ഏതായിരിക്കും അതിൻ്റെ ഒരു ഓർഡർ ഇത് നിങ്ങൾ കാണപ്പടം പിടിക്കുക. എന്നിട്ട് അങ്ങനെയാണ് ഈ വരുന്ന കാർബോക്കേറ്റോൺ C1 C2 ഏതാ നോക്കി സ്റ്റേബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മൈഗ്രേഷൻ കണ്ടുപിടിക്കുക. മൈഗ്രേഷൻ ഓർഡർ തന്നിട്ടുണ്ട്, അതും ചെയ്യുക. എന്നിട്ട് 2-3 പ്രോബ്ലംസ് വീട്ടിൽ പോയി ചെയ്യുക. സോ ഐ വിൽ ബി ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് തരാം, മെയിൽ അയക്കാം. നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് മെയിലല്ല, ഞാൻ വാട്സപ്പിൽ അയച്ചുതരാം. വാട്സപ്പിൽ അയച്ച് അത് നിങ്ങളത് വാട്സപ്പ് നോക്കിയിട്ടത് ഫൈനലൈസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് സെൻഡ് ചെയ്യുക. അപ്പം അതിൻ്റെ കറക്ഷൻസ് തെറ്റണ്ട ശരി എന്താ അതിൻ്റെ എവിടെയാണ് എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.